ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ കുറെ ഉത്സവമൊക്കെ 2-3 ഉത്സവമൊക്കെ നടന്നായിരുന്നു. അപ്പം ഞാൻ കുറെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഘോഷയാത്രയുടെ. പക്ഷെ എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ടൈം കിട്ടി. അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ സെറ്റാക്കാൻ നോക്കുക. ഭയങ്കര കളർഫുൾ ഒക്കെ ആയിരുന്നു അമ്പലത്തിലെ ഘോഷയാത്രയൊക്കെ. അപ്പോൾ വാ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ ധൃതി പിടിച്ച് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഓടിക്കിതച്ച് എത്തി. അപ്പോഴത്തേക്ക് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ആന കൊണ്ടുവന്നായിരുന്നു. 2 ആന ടോട്ടൽ കൊണ്ടുവന്നു. ഒരുപാട് ആനയൊന്നുമില്ല. അപ്പോൾ ആനയെ കാണാൻ പറ്റി ധൃതി പിടിച്ച് ഓടി വന്നപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിചയമുള്ള ആരെയൊന്നും കണ്ടില്ല. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പരിചയമുള്ള ഫ്രണ്ട്സിനെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ അമ്മൂനെ വിളിച്ചു. അപ്പോൾ അമ്മ ഓടിക്കളഞ്ഞു. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ആദ്യം താലപ്പൊലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുത്തുക്കുട ഏന്തിയ സ്ത്രീകളുടെ ഒരു വരിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് പരിചയമുള്ള കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട്. അപ്പോൾ അവരൊക്കെ ഘോഷയാത്രയുടെ കൂടെ അങ്ങ് കൂടിയല്ലോ. പിന്നെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് ഘോഷയാത്രയുടെ കൂടെ അങ്ങ് പോയി. ഞാൻ അവിടെയൊക്കെ നോക്കി അവിടെ ഗേറ്റിൻ്റെ അവിടെ നിപ്പായി. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുള്ള് ലൈറ്റൊക്കെ ആയിരുന്നു. നല്ല സൂപ്പറായിരുന്നു. രാത്രിയിൽ കാണാനായിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. രാത്രിയായപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുള്ള് ലൈറ്റ്, പിന്നെ കുറേ അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടെ ഭയങ്കര അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പു അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പുവിനെ കണ്ട് ഞങ്ങൾ ടാറ്റയൊക്കെ കാണിച്ച് അവൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. ഇനിയിപ്പോൾ ജംഗ്ഷൻ വരെ നടന്നല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭയങ്കര അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ആനയും കൂടെ കാണുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ആനയും കൂടെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ 2 ആന കാണാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇനി അടുത്ത എന്താ എന്നാലോചിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ചെണ്ടമേളമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫ്ലോട്ട്. അപ്പോഴത്തേക്ക് ഈ പ്രാവശ്യം കുറേ പുതിയ ഇതുവരെ കാണാത്ത കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഘോഷയാത്രയിൽ. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെ ചെണ്ടമേളമൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് എല്ലാം നടന്നു. പിന്നെ ഫുള്ള് നല്ല കളറായിരുന്നു. എല്ലാം നല്ല കളർഫുൾ പാവകളും ഒരുപാട് തിളങ്ങുന്ന ലൈറ്റൊക്കെ ഉള്ള ബട്ടർഫ്ലൈ, അങ്ങനത്തെയൊക്കെ ഒരുപാട് പുതിയ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങൾ ഈ പ്രാവശ്യം ഉത്സവത്തിന് ഉണ്ടായിരുന്നു.
ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പോഴും ഇത്രയും വലുതായതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബലൂണ്. അങ്ങനെ നല്ല അടിപൊളി കളറായിട്ടുണ്ട് ആ ബലൂൺ എല്ലാം കൂടെ കാണാൻ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബലൂണൊക്കെ ഞാൻ മേടിച്ചൊന്നുമില്ല, പിള്ളേർ വല്ലതും മേടിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഘോഷയാത്ര നല്ല സൂപ്പറായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസും ലൈറ്റും ചെണ്ടമേളം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ സമയം. അപ്പോൾ ആദ്യത്തെ ഫ്ലോട്ട് വന്നു. കുറേ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എല്ലാവരും ഓടാൻ തുടങ്ങി. കാരണം സമയം 10 മണിയും കഴിഞ്ഞായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഉത്സവം നമ്മൾ നല്ല പോലെ അടിച്ചു പൊളിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ, അപ്പോൾ ഇത്രയും ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം. ഇനി നെക്സ്റ്റ് ഇയറേ ഉള്ളൂ ഇതേപോലെ. പിന്നെ ഞങ്ങൾ ഘോഷയാത്രയൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ടൈം ഒരുപാടായല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ പായസമൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി, നല്ല കളറും നല്ല കളർഫുള്ളും ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ നല്ല വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ ഗൈസ്.